ചില ആൾക്കാരുണ്ട് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ നെഗറ്റീവ്സ് മാത്രം കണ്ടുപിടിച്ച് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തടിച്ചതുപോലെ വന്ന് പറയുന്നവർ. അതിനവർ പറയുന്ന ന്യായീകരണോ, നീ ഇങ്ങനെ നിന്റെ പോസിറ്റീവ്സ് മാത്രം കേട്ടിട്ട് കാര്യമില്ല, നിന്റെ നെഗറ്റീവ്സും കൂടി നീ കേൾക്കണം. ശരിയാണ്, നമ്മൾ നമ്മുടെ പോസിറ്റീവ്സ് മാത്രം എപ്പോഴും കേട്ടോണ്ടിരുന്ന നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് അത് അത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ നമ്മുടെ നെഗറ്റീവ്സും കേൾക്കണം, അത് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത് എങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു തരുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. നമുക്കിന്ന് എങ്ങനെ ഒരാളെ ഹെർട്ട് ചെയ്യാതെ അയാളുടെ നെഗറ്റീവ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും നോക്കിയാലോ. അതിന് പറയുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം. അതായത് ഒരാളുടെ നെഗറ്റീവ്സ് ഇങ്ങനെ എടുത്തടിച്ച് അയാൾക്ക് ഹേർട്ട് ആവുന്ന രീതി പറയാതെ ആദ്യം തന്നെ നമുക്ക് അയാളെ കുറിച്ചുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. അത് കഴിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് നെഗറ്റീവ്സ് പറയാം. അങ്ങനെ അയാളെ കുറിച്ചുള്ള നെഗറ്റീവും പോസിറ്റീവും കൂടെ മിക്സ് ചെയ്ത് ഒരു സാൻഡ്വിച്ച് രൂപത്തിലാണ് നമ്മൾ അയാളോട് പറയുന്നതെങ്കിൽ അയാൾക്ക് അത്രയ്ക്ക് ഹേർട്ട് ആവത്തുമില്ല, അയാൾക്ക് അയാളുടെ നെഗറ്റീവ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മളെ കുറിച്ചുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം കേൾക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫ്രണ്ടിന്റെ അടുത്ത് നിന്നാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം കേൾക്കാൻ ആഗ്രഹമുള്ളത്, ആ ഫ്രണ്ടിനെ റീൽ അയച്ചു കൊടുത്തോളൂ.